ഹായ് ഗായ്സ്, എന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. എന്റെ പേര് അഭിജിത്ത്, എന്റെ ചാനലിലേക്ക് സ്വാഗതം ഗായ്സ്. ഇന്ന് ഞാൻ തൃശ്ശൂരിലേക്ക് പോകണം ഗായ്സ്. ഞാൻ എന്റെ ഒരു 3 ഫ്രണ്ട്സും ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. സോ ഞങ്ങള് തൃശ്ശൂരിലേക്ക് പോവാണ്. ആ വീഡിയോ ആണ്. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ബാക്കി വീഡിയോയിൽ കാണാം. അങ്ങനെ എല്ലാവരെയും എടുത്ത് ഞാൻ യാത്ര തുടങ്ങിയിട്ട് ഗൈസ്. ഞങ്ങൾ ഹൈവേ കയറിയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടിരിക്കുകയാണ് ഓൺ ദ വേ. 2 വണ്ടിയിലായിട്ട് ഞങ്ങൾ 4 പേരും കൂടി പോകുന്നുണ്ട് ഗൈസ്. ഇതാ കുതിരാനെത്താറായി. ഞങ്ങൾ പോകുന്ന വഴി അത്യാവശ്യം നല്ല ലെവലിൽ മഞ്ഞുണ്ട് ഗൈസ്. പക്ഷേ വീഡിയോയിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ മഞ്ഞ് കാണാനില്ല. നമ്മൾ വന്ന വഴി കണ്ടില്ല. ലെവലിൽ അത്യാവശ്യം മഞ്ഞുണ്ട്, തണുപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ പോയിട്ടിരിക്കുകയാണ്. കാരണം കുതിരാൻ കഴിഞ്ഞ് നമ്മൾ തൃശ്ശൂർ മണ്ണിൽ ആദ്യം കാലുകുത്തിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം പോയിരിക്കുന്നത് വടക്കുന്നതിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 പ്രാവശ്യം ഇന്റർവ്യൂവിന് വന്നിട്ടും വടക്കുന്നതിനെ കാണാൻ തിരിച്ചു പോയിട്ടില്ല ഗൈസ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടി വടക്കുന്നതിനെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗൈസ്. നേരെ പോകുന്ന വഴി പിന്നെ ഒരു ഹോട്ടലിലേക്ക് രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് 4 ഫുഡ് കഴിക്കാൻ പറ്റില്ല. ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ 4 ദോശയും വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ അവിടെ നേരെ ഇന്റർവ്യൂ കയറി ഗൈസ്. ഞങ്ങൾ 2 പേരും മാത്രമേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടുള്ളൂ ഗൈസ്. ബാക്കി 2 പിന്നെ കയറാന്ന് പറഞ്ഞ് വെളിയിൽ തന്നെ ഇരിക്കുകയാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ ആദ്യം കയറാന്ന് പറഞ്ഞാൽ 2 കൂടെ ഇരിക്കുകയാണ്. അവൻ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാനാണെങ്കിൽ വെറുതെ ചുമ്മാ വൈബടിച്ചിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പീച്ച് ഡാമിലേക്കാണ് ഗൈസ് പോയത്. ബോയ്സ് ട്രിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയേക്കലും ബഹളവും എപ്പോഴാണ് ഗൈസ്. അതിൽ പാലത്ത് തൂങ്ങി നടക്കുന്ന അവളും ഉണ്ട്. എന്ത് കൊട്ടവഞ്ചിയിലോ എത്ര രൂപ വേണമെങ്കിൽ ഇപ്പൊ കേറും? ആദ്യമായിട്ടാണ് പീച്ച് ഡാമിലേക്ക് 4 വരുന്നത്. അതുകൊണ്ട് തന്നെ ഗൈസ് കുറച്ച് നല്ല ആസ്വദിച്ച് നടക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ലെവലിലെ ആ ഒരു വ്യൂവും എല്ലാ ലെവലും കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു ഗൈസ്. അതിന്റെ ഇടയിൽ ഫ്രണ്ടിൽ നമ്മുടെ പവിലിയൻ എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഗൈസ് അതിന്റെ ഫ്രണ്ടിൽ. സോ അത് കണ്ടിട്ട് മ്യൂസിയം ആണെന്ന് പറഞ്ഞാൽ ആദ്യം തെറ്റിദ്ധരിച്ചാണ് പോയത്. പിന്നെ കൊട്ടവഞ്ചിട്ടൊക്കെയാണ് ആദ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും കൊട്ടവഞ്ചി എന്ന് പറഞ്ഞ ബോർഡ് മാത്രമേ ഉള്ളൂ ഗൈസ്. റേറ്റ് അവിടെ വെച്ചിട്ടില്ല. അത് തപ്പിയായിരുന്നു ഞങ്ങൾ ആദ്യത്തിൽ നടത്തും. ലാസ്റ്റ് അത് അവസാനിച്ചത് ഇവിടെ. എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്, വെരി ഗുഡ്. എല്ലാരും ട്രൈ ചെയ്യണം. കൊട്ടവഞ്ചിയിലെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂപ്പറാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കയറാൻ പറ്റില്ല. കാരണം 4 പേർക്കും കൂടെ 400 രൂപയാണ് 20 മിനിറ്റ്. സോ അതിനുള്ള ബഡ്ജറ്റ് ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങളത് കയറാൻ നിന്നില്ല ഗൈസ്. പിന്നെ അത് കുറച്ച് നേരം അവിടെ നിന്ന് കാണാനും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉള്ളതുകൊണ്ട് മൊബൈൽ ഫോണിൽ ഗൈസ്. സോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പവിലിയൻ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ പോയി ഞങ്ങൾ വീഡിയോ എടുത്തു. അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. അവിടെ നിന്ന് വിശ്രമിക്കാൻ പറ്റിയ ഭാഗമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് വെയിലുണ്ട്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സൂപ്പറാണ് ഗൈസ്. പക്ഷെ അതിന് മുകളിൽ കയറി ഇറങ്ങുമ്പോഴേക്കും ഞങ്ങൾ 2 പേരും നല്ല ലെവലിൽ കതച്ചു ഗൈസ്. നടന്ന് വെയിലുകൊണ്ട് ഒരുപാട് ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ സൈഡായി ഗൈസ്. കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് ഞങ്ങൾ നേരെ ഗാർഡനും കണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു ഗൈസ്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.